ശാസ്താംകോട്ട പോരുവഴിയിൽ കർഷക തൊഴിലാളിയെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കിടയിൽ നിന്നും ഷോക്കേറ്റാണ് ഗൃഹനാഥൻ മരിച്ചത്. പോരുവഴി പഞ്ചായത്ത് 8-ാം വാർഡിൽ കൃഷിയിടത്തിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കിണിയിൽ നിന്നും ഷോക്കേറ്റാണ് ഗൃഹനാഥൻ മരിച്ചത്. അമ്പലത്തു ഭാഗം ചിറയിൽ വീട്ടിൽ കർഷക തൊഴിലാളിയായ സോമനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ വീടിനടുത്തുള്ള കണിയാംകുഴി ഏലായിൽ മരിച്ചുകിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് നമ്മുടെ ഈ മരണപ്പെട്ട വാർത്ത നമ്മൾ അറിയുന്നത്. ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്ന് രാവിലെ എത്തിയിട്ടില്ല എന്ന് വൈഫ് വിളിച്ച് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഇവിടെ വയലിലേക്ക് എത്തിയ കർഷകനാണ് ഇദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ 52 വയസ്സുള്ള ഒരാളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പണികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ പ്രദേശമെന്ന് പറഞ്ഞാൽ കണിയാകുഴി ഏല, പുരവടി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കണിയാകുഴി ഏലയിലാണ്. അപ്പോൾ പന്നിശല്യം അതിരൂക്ഷമായ പ്രദേശമാണ്. ഇവിടെ വെച്ച് പന്നി ഒരാളെ ഇടിച്ചിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് പന്നിശല്യത്തിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇത്തരത്തിലുള്ള വേലികളൊക്കെ കെട്ടി ചില ഭാഗത്തൊക്കെ ഇലക്ട്രിക് ലൈനുകളൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തട്ടിയാണ് പുള്ളിക്കാരൻ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരത്തിൽ വൈദ്യുതിയിലൂടെ ഉണ്ടായിട്ടുള്ള അപകടമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവരെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മരണകാരണം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ രാത്രിയിൽ സോമൻ വീട്ടിലെത്തിയിരുന്നില്ല. വൈകിട്ട് 7 വരെ ഇദ്ദേഹത്തെ പ്രദേശവാസികൾ കണ്ടിരുന്നു. ഭാര്യ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങവെയാണ് രാവിലെ 8ഓടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ശൂരനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാട്ടുപന്നി ശല്യം രൂക്ഷമായ ഏലായാണ് കണിയാംകുഴി. പന്നിയെ തുരത്താൻ കൃഷിയിടത്തിന് ചുറ്റുമായി സ്ഥാപിച്ച കമ്പിവേലിയിൽ വൈദ്യുതി കടത്തി വിട്ടിരുന്നതായും ഇതിൽ തട്ടി ഷോക്കേറ്റാണ് മരണവുമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.